ട്രസ്റ്റിന്റെ ഈ പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് MSOT സെമിനാരിയിൽ നിന്ന് ഷമ്മാശൻ ഫസ്റ്റോ പോള് ഇവിടെ കടന്നു വരികയും എല്ലാവരുമായിട്ട് ഒരു കുടുംബം പോലെ അവിടുന്ന് പ്രവർത്തിക്കുവാനുള്ളതായ വലിയൊരു അഭിഷേകം അവിടുന്ന് ലഭിക്കുകയും ഷമ്മാശൻ അവിടുന്ന് പഠിച്ച് പൂർത്തീകരിച്ച് ഒരു പുരോഹിതനായി കഴിയുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സമൂഹത്തിൽ മാതാപിതാക്കളോട് ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും അവിടുന്ന് കെയർ ചെയ്തുകൊണ്ട് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ളതായ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് സഭയ്ക്ക് ആവശ്യം എന്നുള്ളതിനാൽ സഭയിൽ അതായത് ശുശ്രൂഷ മുതൽ മറ്റുള്ള എല്ലാ മേഖലകളിലും അവിടുന്ന് നന്നായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അഭിഷേകവും അനുഗ്രഹവും അവിടുന്ന് വർദ്ധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ വിൽസൺ ബ്രദർ, സമർപ്പിതരായിരിക്കുന്ന സിസ്റ്റർ, പ്രിയപ്പെട്ട അമ്മമാർ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ 15 ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട്, എൻ്റെ പ്രാക്ടിക്കൽ സംബന്ധമായ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് 15 ദിവസം നിങ്ങളോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളിൽ ഒരു പങ്കാളിയാകുവാനും ഇതിൻ്റെ പല കൈത്താങ്ങലുകൾ കൊടുക്കുവാനും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളും ഒരു അവിഭാജ്യ ഘടകമായി ദൈവം സഹായിച്ചു. ആയതിന് ദൈവത്തിന് ആദ്യം തന്നെ മഹത്വം കയറ്റുകയാണ്. ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട വിൽസൺ ബ്രദറിലൂടെ പല കാര്യങ്ങളും എനിക്കും മനസ്സിലാക്കുവാനും ബ്രദറിന് എന്നിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ സംഭാഷണങ്ങളിൽ ഒരു പ്രത്യേകതരമായ ജ്ഞാനം ലഭിക്കുവാൻ എനിക്കിടയായി. ആ ജ്ഞാനം എന്ന് പറയുന്നത് ഈ സ്ഥാപനം നടത്തുന്നതിന്റെ ഒരു വിഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ മിഷൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആർക്കും വേണ്ടാത്തവരെ അല്ലെങ്കിൽ ഒരു അല്പം എന്തെങ്കിലും സമൂഹത്തിൽ സ്വീകരിക്കപ്പെടാത്തവരെ എങ്ങനെയെങ്കിലും ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഉള്ള ഈ ഒരു സംരംഭം അതൊരു പ്രത്യേകതരമായ മിഷനാണ്. അത് ക്രിസ്തുവിന്റെ ഏവൻഗേലിയോൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ അതൊരു ശുശ്രൂഷയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ഏവൻഗേലിയോനെ ഒരു പ്രത്യേകതരമായ രീതിയിൽ അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക, അത് അതിനേക്കാളും മഹത്തരമായ ശുശ്രൂഷയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ശുശ്രൂഷയെ നയിക്കുന്ന പ്രിയപ്പെട്ട വിൽസൺ ബ്രദറിനോടുള്ള എല്ലാവിധമായ സ്നേഹവും എല്ലാവിധമായ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ വന്ന ദിവസം മുതൽ എന്തെങ്കിലും പണിയിലായിരിക്കും ഇവിടുത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിയ. ഞാൻ വരി മുറ്റത്ത് വന്ന് ഗേറ്റിങ്ങിൽ വന്ന് ബൈക്ക് നിർത്തുന്ന സമയത്ത് സിസ്റ്റർ പണി ഒഴിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നോളും. സിസ്റ്റർ ബാക്കി പിന്നെ ഞാൻ പോകുന്ന വരെ സിസ്റ്റർ എൻ്റെ പുറകെ തന്നെയാണ്. പോകുന്നില്ല, എപ്പോഴാ പോണേ, എന്താ എങ്ങനെയാന്നൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് സിസ്റ്റർ എന്നോട് കൂടെ ആദ്യം മുതൽ ഈ നിമിഷം വരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്ററിനോടുള്ള എല്ലാവിധമായ നന്ദി സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കുകയാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട സ്റ്റാഫ്, പ്രിയപ്പെട്ട വീണ ചേച്ചി, പ്രിയപ്പെട്ട അമ്മണി ചേച്ചി, വളരെ നല്ല കരുതലോടുകൂടെയാണ് നിങ്ങൾ എല്ലാവരെയും പരിചരിക്കുന്നതും ആ നല്ലൊരു പരിചരണം എനിക്കും അവരിൽ നിന്നും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരോടുള്ള
എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവമേ നന്ദി. നന്ദി. സ്നേഹമുള്ള അമ്മമാര്, എനിക്ക് എന്റെ ശുശ്രൂഷയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വനിതാ സമാജത്തിൽ ശുശ്രൂഷിക്കുക എന്നാണ്. കാരണം ഈ അമ്മമാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്മമാരൊന്നും പറയത്തില്ല. അവർക്കുള്ള വിഷമം എന്താണ്, അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, പലപ്പോഴും ആരും പറയത്തില്ല. അപ്പൊ ഈ പറയാതെ ഇവരുടെ ഉള്ളിൽ തന്നെ വെക്കുന്ന ഒരു പ്രവണതയാണ് ഇവർക്കുണ്ടാകുന്നത്. പക്ഷെ ഇവര് ഒരു വൾണറബിൾ, അതായത് ഒരു ഭയങ്കര ദുർബല നിമിഷത്തിലായിരിക്കും അത് പറയാൻ ഇടയാകുന്നത്. ആ ദുർബല നിമിഷത്തിൽ ഈ അമ്മമാർക്ക് ഒരു സഹായിയാകുവാനും ഈ അമ്മമാരുടെ കൂടെ ആയിരിക്കാൻ ദൈവം തന്ന ഈ കരുതലിനും ഈ സ്നേഹത്തിനും ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുപോലെ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് അമ്മമാരുടെ അടുത്ത് തന്നെ ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കാം. അപ്പോ നിങ്ങള് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരീരം ബലമില്ലാതെ പോവുകയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ശരീരം ബലമില്ലാതെ ആകുവാണെങ്കിലും നിങ്ങളുടെ ആത്മാവിന് നല്ല ബലമുണ്ട്, നല്ല ബലമുണ്ട് അല്ലേ? നിങ്ങൾ ആത്മാവിൽ ശക്തരാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയത്തില്ല. വെള്ളിയാഴ്ച ദിവസം ഇവിടെ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അതില് ഒരു നിമിഷം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഓക്കെ, എല്ലാവിധമായ നന്ദിയും സ്നേഹവും കരുതലും നിങ്ങളോട് അറിയിക്കുന്നു. ഇനിയുള്ള എന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വരും. ഇവിടെ വരുവാനും ഇവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമായി തീരാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇല്ല, ഇനി വീട്ടിൽ നിന്ന് ഞാൻ മാത്രല്ല, എന്റെ പപ്പയും എന്റെ മമ്മിയും എന്റെ സഹോദരൻ ഞങ്ങളെല്ലാവരും വരും. ഇനി അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ വരും. ഓക്കെ, അപ്പൊ വരുമ്പോ നമുക്ക് കാണാം. ഓക്കെ, കാണുമ്പോ മിണ്ടാം. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.